ഇന്ന് നമുക്ക് അല്പം ക്രിക്കറ്റ് ആയാലോ. സഞ്ജു സാംസൺ. സഞ്ജുവിനെ മലയാളികൾക്കും അല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു താരം തന്നെയാണ് സഞ്ജു. അപ്പോൾ സഞ്ജു രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനും കൂടാണ്. അത് തന്നെ ഭയങ്കര ഇത്രയും താപ്പാനകൾ നിൽക്കുമ്പോൾ സഞ്ജുവിനെ പോലുള്ള ഒരു താരത്തെ രാജസ്ഥാൻ റോയൽസിലേക്ക് ക്യാപ്റ്റനായിട്ടൊക്കെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് രാഹുലിൻ്റെ വലിയ സപ്പോർട്ട് സഞ്ജുവിനുണ്ടായിരുന്നു എന്ന് ആ കാലത്ത് പറയാറുണ്ടായിരുന്നു. കാരണം രാഹുൽ രാജസ്ഥാൻ്റെ കോച്ചായിട്ടിരിക്കുമ്പോഴാണ് സഞ്ജുവിനെ ക്യാപ്റ്റനായിട്ട് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ സാമ്പത്തികമായിട്ട് നല്ല സെറ്റപ്പാക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സഞ്ജുവിന് അർഹിക്കുന്ന പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിപ്പം സോഷ്യൽ മീഡിയ ആകെപ്പാടെ തിളച്ച് മറിയുകയാണ്. അതിനുള്ളൊരു കാരണം നമ്മുടെ ഈ കൊല്ലത്തെ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ T20 മാത്രമേ ഉള്ളൂ സഞ്ജുവിൻ്റെ സാന്നിധ്യം. ഏകദിന ക്രിക്കറ്റിൽ സഞ്ജുവിൻ്റെ സ്ഥാനമില്ല. സഞ്ജുവിനേക്കാൾ മോശമായി കളിക്കുന്ന പലരും ടീമിലേക്ക് ഇടം പിടിച്ചു എന്നുള്ളതാണ് ഇപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനെ ആളിക്കത്താനുള്ള ഒരു താല്പര്യം. ആരാധകർ പൊങ്കാലയിട്ടുകൊണ്ടിരിക്കുകയാണ് സെലക്ടർമാർക്കെതിരെ. അതുപോലെ തന്നെ പ്രമുഖനായ മുൻ ക്രിക്കറ്റ് താരങ്ങളും സഞ്ജുവിന് വേണ്ടി മുറവിളി കൂട്ടുന്നുണ്ട്. മുറവിളി കൂട്ടിയിട്ടൊന്നും വലിയ കാര്യമില്ല. കാര്യം ഇത് നമ്മൾ എത്ര കാണുന്നതല്ലേ. അവർ തഴഞ്ഞതാണ്. അവർക്ക് വേണ്ടപ്പെട്ടവർ പലരും ടീമിൽ ഇടം പിടിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ഇതിനെ ഇത്ര വിമർശനാത്മകമായി നമ്മൾ കാണാനുള്ളൊരു കാരണം, കഴിഞ്ഞ കൊല്ലമായിരുന്നു നമ്മുടെ കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ഇന്ത്യ പോകുന്നത്. അവിടെ ദക്ഷിണാഫ്രിക്കയിലെ പിച്ച് എന്ന് പറയുന്നത് നമുക്കറിയാം, അല്പം ബോളിംഗ് പിച്ചാണ്. അവിടെ 2-1 ഇന്ത്യ പരമ്പര നേടുന്നുണ്ട്. വലിയ 50 ഓവർ മത്സരത്തിൽ വലിയ സ്കോറൊന്നും പറഞ്ഞില്ല. 300 റണ്ണ്, എനിക്ക് തോന്നുന്നു 290 അങ്ങനെ ലെവലെങ്ങാണ്ടാണ് ലാസ്റ്റത്തെ ഏകദിനത്തിൽ തന്നെ പറഞ്ഞത്. അങ്ങനെ 300 താഴെ നിൽക്കുന്ന ഒരു ടാർഗറ്റൊക്കെ ആയിരുന്നു മിക്കവാറും ടീമുകൾക്കുണ്ടായത്. അപ്പം ആ ഏകദിനത്തിൽ ഇന്ത്യ ലാസ്റ്റ് കളിച്ച ഏകദിനത്തിൽ, ഇന്ത്യ ജയിച്ച ഏകദിനത്തിൽ നമ്മുടെ സഞ്ജുവിൻ്റെ സംഭാവന 114 ബോളിൽ 108 നമ്മുടെ ബോളിംഗ് പിച്ച് ദക്ഷിണാഫ്രിക്കയെ പോലുള്ള ഒരു ബോളിംഗ് പിച്ചാണെന്ന് ഓർക്കണം. അവിടെ ഇന്ത്യ ജയിക്കുകയും ചെയ്തു. മാൻ ഓഫ് ദി മാച്ച് സഞ്ജുവിന് കിട്ടുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോഴാണ് ഒരു ഏകദിനം വരുന്നത്. അപ്പോൾ സെലക്ടർമാരെ സംബന്ധിച്ച് അതൊക്കെ അങ്ങ് മാറുന്നു. പക്ഷെ ആ ടീമിൽ സഞ്ജുവിന് സ്ഥാനം കൊടുത്തില്ല. അതാണ് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുകയും അമ്പരപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അമ്പരപ്പിൻ്റെ കാര്യമൊന്നുമില്ല, എനിക്ക് അപ്പോഴേ അറിയാം അവർ സഞ്ജുവിനെ തഴയും. കാരണം ഋഷഭ് പന്ത് എന്ന് പറയുന്ന വിക്കറ്റ് കീപ്പർ പരിക്ക് പറ്റി കളിക്കാതിരുന്നപ്പോഴും സഞ്ജുവിനെ പോലുള്ള ഒരു അംഗത്തെയൊന്നും ടീമിലെടുത്തില്ല. സഞ്ജു കളിച്ച് ടീമിൽ സ്ഥിരം ആയാൽ പന്ത് തിരിച്ചു വരുമ്പം പന്തിന് സ്ഥാനം കൊടുക്കാൻ പറ്റാതെ വന്നാലോ എന്ന് വിചാരിച്ച് ആ സ്ഥാനം അങ്ങനെ തന്നെ ഒഴിച്ചിട്ടു. പലരെയും കളിപ്പിച്ചു, അത് സ്ഥിരമായി കൊടുത്തില്ല എന്നുള്ളത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. അപ്പം ഏകദിനത്തിൻ്റെ ഫോർമാറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ 2023 മുതലുള്ള ശരാശരി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ബാറ്റിംഗ് അവർ ശരാശരിയുള്ള ഒരു ഇന്ത്യൻ താരം തന്നെയാണ് സഞ്ജു. സഞ്ജുവിന് മുകളിൽ നിൽക്കുന്ന ഒരേ ഒരു താരം മാത്രമേ ഉള്ളൂ, ഗില്ലാണ്. 69.4 ശരാശരിയുമായിട്ട് ഗില്ല് 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സഞ്ജുവിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ 55.7 ബാറ്റിംഗ് ശരാശരി കിട്ടും. അതിനൊക്കെ വളരെ താഴെയാണ് നമ്മുടെ റൺ മിഷൻ എന്ന് അവകാശപ്പെടുന്ന കോഹ്ലി, അതുപോലെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഇവരൊക്കെ അതിനും താഴെയാണ്. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ 50-ന് മുകളിൽ ശരാശരിയുള്ളൂ. അതിൽ ഈ സൂര്യകുമാർ യാദവിൻ്റെ ഒന്നും ശരാശരി ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. അന്നത്തെ കണക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 24.3 ബാറ്റിംഗ് ശരാശരിയേ ഉള്ളൂ
സൂര്യകുമാർ യാദവിന്. എന്നിട്ട് പോലും സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർക്കും ഒക്കെ കൂടുതൽ അവസരം, പന്തിന് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുന്നു. പക്ഷേ സഞ്ജുവിനെ വല്ലപ്പോഴും ടീമിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ വെള്ളം ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രമായി ഒരാൾ എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. കാരണം കഴിഞ്ഞ ലോകകപ്പ് നടന്നു കഴിഞ്ഞപ്പം അവിടെ ഫിഞ്ചുവിനെ ടീമിലെടുത്തു, മറ്റേ ഫിഞ്ചുവിന് അവസരം കൊടുത്തില്ല. അപ്പോൾ അവസരം കൊടുക്കാവുന്ന പല കളികളും ഉണ്ടായത്. കാര്യം അപ്രധാനമായ പല കളികളും നടന്നു. കാര്യം ഇന്ത്യയെക്കാളൊക്കെ ഈ പ്രാവശ്യം മാത്രം ഏകദിനത്തിലൊക്കെ വന്ന ടീമുകൾ കാനഡ അങ്ങനെ ഉള്ളപ്പോഴുള്ള ടീമുകളുണ്ടായിരുന്നു. അപ്പോഴും സഞ്ജുവിനൊക്കെ അവസരം കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും കൊടുത്തില്ല. പക്ഷേ കാശ് പങ്കുവെച്ചപ്പോൾ ആ കീർത്തിയം കാണിച്ചില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കാര്യം 125 കോടിയോ അങ്ങോട്ടാണ് കിട്ടിയതെന്ന് തോന്നുന്നു. അത് തുല്യമായിട്ടാണ് പങ്കുവെച്ചത്. ഓരോരുത്തർക്കും അങ്ങോട്ട് 5 കോടി അങ്ങോട്ട് ഉണ്ടായിരുന്നു. അത് തുല്യമായിട്ട് പങ്കുവെച്ചു എന്നുള്ളതാണ്. പക്ഷേ കാശ് കിട്ടുന്നുണ്ടെങ്കിലും കളിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ടീമിൽ എടുത്തു കഴിഞ്ഞാൽ വെള്ളവും കുപ്പിയുമായിട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ സഞ്ജുവിനെ സംബന്ധിച്ച് ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഈ T20 തന്നെ എടുത്താലും പന്തിനൊക്കെ ടീമിൽ ഇടം കൊടുത്തിട്ടുണ്ട്. അപ്പം പന്ത് ഒന്നാം കീപ്പറായി കഴിയുമ്പോൾ പന്തിന് അവസരം കിട്ടും എന്നുള്ളതാണ്. അപ്പം സഞ്ജുവിനെ എടുത്തിരിക്കുന്നത് വെള്ളം കൊണ്ടുപോകാനാണ് T20 എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ T20 തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സിംബാബ്വെ പര്യടനത്തിലുള്ള T20 ലാസ്റ്റ് നടന്നത് സഞ്ജുവിൻ്റെ പ്രകടനം നമ്മൾ കണ്ടതാണ്. 58 റൺസുമായിട്ട് സഞ്ജു വിജയത്തിലേക്ക് നയിച്ചത്. അതൊന്നും സെലക്ടർമാർക്കൊരു വിഷയമല്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവർ നോക്കുമ്പോൾ പന്ത്, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. അവരങ്ങനെയുള്ള ആളെയൊക്കെ എടുക്കത്തുള്ളൂ. പിന്നെ ചിലവരൊക്കെ അവകാശപ്പെടാം, ടീമിൽ എടുക്കാതിരുന്നല്ലോ, എടുത്തല്ലോ, ഏകദിനത്തിലൊക്കെ എടുത്തല്ലോ എന്ന്. ഇതിൻ്റെ ഒരു കണക്കുണ്ടെന്ന്. കാര്യം T20 നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് എന്ന് പറയുന്നത് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിയാണ്. സഞ്ജു മികച്ചൊരു ക്യാപ്റ്റനാണ്. പലപ്പോഴും ഇന്ത്യൻ ടീമിലെ ക്യാപ്റ്റനായി സഞ്ജുവിനെ ആക്കണമെന്നൊക്കെ പലരും മുതിർന്ന താരങ്ങളൊക്കെ മുറവിളി കൂട്ടാറുണ്ടെങ്കിലും അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഒരു മലയാളി ക്യാപ്റ്റനായിട്ടൊക്കെ വരിക എന്ന് പറയുന്നത് അവർക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്നെനിക്ക് തോന്നുന്നു. അത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പം പക്ഷെ രാജസ്ഥാൻ ടീമിൻ്റെ ക്യാപ്റ്റൻ എന്ന് സഞ്ജുവാണ്. സഞ്ജു ടീമിനെ മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. മുടികൂടാൻ മന്നരെന്ന് പറഞ്ഞ പലരും ആദ്യ റൗണ്ടിലൊക്കെ ബോംബെ പോലുള്ള താരങ്ങളൊക്കെ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തു പോകുമ്പോഴാണ് സഞ്ജുവിനെ പോലുള്ളവർ മികച്ച പ്രകടനമായിട്ട് മുൻപന്തിയിലേക്ക് വരുന്നത്. അപ്പം സഞ്ജുവിനെ ടീമിലെടുക്കണോ എന്ന് വിചാരിച്ച T20 സജീവ സാന്നിധ്യമായി സഞ്ജു മാറുമ്പോഴാണ് T20 നിന്ന് ഒഴിവാക്കി പെട്ടെന്ന് ഏകദിനത്തിലേക്ക് കൊണ്ടുവന്നത്. അപ്പം ഏകദിനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് സഞ്ജു അവിടെ കളിക്കത്തില്ല. അന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം സഞ്ജു ഏകദിനത്തിൽ അടുത്ത ലാസ്റ്റ് കളിയിൽ കളിക്കാതിരുന്നപ്പോഴാണ് ഉടനെ തന്നെ സഞ്ജുവിനെ കൊണ്ടുവന്നത്. പക്ഷേ T20 ഉൾപ്പെടുത്തിയില്ല. അത് എനിക്ക് അന്നേരം തോന്നിയ ഒരു ബുദ്ധി തന്നെയാണ്. കാരണം ഏകദിനത്തിൽ കൊണ്ടുവന്നു, പക്ഷേ അവരുടെ പ്രതീക്ഷകൾ അട്ടിമറിച്ചുകൊണ്ട് സഞ്ജു സെഞ്ചുറി നേടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. അപ്പം വീണ്ടും അവർ T20 കൊണ്ടുവന്നിരിക്കുക. ഏകദിനം മറന്നു. അപ്പം ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സഞ്ജുവിനെ സംബന്ധിച്ചൊക്കെ 30 വയസ്സിനോട് പ്രായമായി, 30-ന് മുകളിലായെന്ന് തോന്നുന്നു. അപ്പോൾ അധികം നാളില്ല ഇനി കളിക്കാൻ. ഇനി ഇന്ത്യക്കുള്ള കളി എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ട്രോഫി മത്സരമാണ്, അടുത്ത കൊല്ലമാണ്, 2025-ലാണ്. അപ്പം അതിലേക്കൊക്കെ ടീമിൽ വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള പ്രകടനം തന്നെയാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം ടീമിലെടുത്തു കഴിഞ്ഞാൽ ഇത് മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫിയിലൊക്കെ എടുക്കേണ്ടി വരത്തില്ലേ. ഇതാകുമ്പം അങ്ങ് മറക്കും. ഇനിയുള്ളത് ശ്രീലങ്കൻ ഏകദിനം മാത്രമേ ഉള്ളൂ അടുത്തത്. എന്തു പറയാനാ അല്ലേ. അങ്ങനെ സഞ്ജുവിനെ ഒഴിവാക്കിയതിനിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര പൊങ്കാല സെലക്ടർമാർക്ക് നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അതൊന്നും അവർ മൈൻഡ് ചെയ്യാറില്ല. ഇതെല്ലാം കാശിൻ്റെ കളിയാണ്. അപ്പം കാശിൻ്റെ കളി, ഭാഷയുടെ കളി, അങ്ങനെയൊക്കെ പലതും ഉണ്ട്. ദേഷ്യം, ഭാഷ, ഇതൊക്കെ
സ്പോർട്സിലുള്ള ഒരു കാര്യമാണ് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് ഏത് ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. നമ്മൾ ഇന്ത്യ ജയിക്കുക, ലോകകപ്പൊക്കെ ജയിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സിരകളിൽ രക്തം ഇങ്ങനെ പ്രവഹിക്കും അല്ലേ. അതാണ് ഇവന്മാരുടെ ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഇത് എത്ര തഴഞ്ഞാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പം ഏത് രാജ്യമാണെങ്കിലും അവൻ്റെ കൂടെ നിൽക്കാനാണ് ഏത് സ്പോർട്സ് താരത്തിനേക്കും നമ്മൾ ശ്രമിക്കാറുള്ളത് അല്ലേ. സ്പോർട്സ് ജെന്റിൽമാനാണ്, കളിക്കുന്നവർ ജയിക്കട്ടെ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികളും സ്പോർട്സിലുണ്ട്. ചിലവരെയൊക്കെ തഴഞ്ഞു മേലാളന്മാരുടെ ചില എന്താ പറയുന്നത് ഓമനപുത്രന്മാരെ തീരുമാനിക്കുക. അത് നമുക്ക് പന്തിൻ്റെ പരിക്ക് പറ്റുമ്പോഴത്തേന് കാണാം. പന്തിന് വേണ്ടി ആ സീറ്റ് മാസങ്ങളോളം ഒഴിച്ചിട്ട് കഴിഞ്ഞ് പന്ത് വന്നപ്പോൾ അത് സ്ഥിരപ്പെടുത്തി കൊടുത്തത് നമ്മൾ കണ്ടു അല്ലേ. അതുപോലെ തന്നെ ഉള്ളൂ. ഇതൊക്കെ ഓരോരുത്തർക്ക് ഓമനപുത്രന്മാർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ മാറ്റിവെച്ച്. പിന്നെ എനിക്കൊരു ഫാഷൻ തോന്നിയത് ശ്രീലങ്കൻ ക്രിക്കറ്റ് പരിഗണന വലിയ പ്രധാനമൊന്നുമില്ലാത്ത, ഇന്ത്യയെ പോലുള്ള വലിയ കളിയൊന്നും ഇല്ലാത്തൊരു, ഇന്ത്യക്ക് ഒരു എതിരാളിയാകേണ്ട ഒരു ടീമൊന്നും അല്ല ശ്രീലങ്ക. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മികച്ച പ്രകടനങ്ങളൊന്നും അവർ കാഴ്ചവെക്കാറില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഫിംബാവും പരിഗണനത്തിന് വിട്ടതുപോലെ തന്നെ ഈ രോഹിത് ശർമ്മയും കോഹ്ലിയും ഒക്കെ മാറ്റി നിർത്തിയിട്ടൊരു ടീമിനെ പരീക്ഷിച്ചത് എത്ര നന്നായിരുന്നല്ലേ. അപ്പോൾ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടിയേനെ. പക്ഷെ അവർ മാറി നിന്നാണ്. പിന്നെ സെലക്ടർമാരും പുതിയ കോച്ചായ ഗംഭീറൊന്നും സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പത്രവാർത്തകൾ വരുന്നത്. അത് എന്തുമാത്രം സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും അവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് രസകരമായി തോന്നുന്നത് വലിയ കളിയൊന്നും ഇപ്പോഴും കളിക്കാത്ത സൂര്യകുമാർ യാദവ്, ഞാൻ പറഞ്ഞില്ലേ ബാറ്റിംഗ് ശരാശരി ഇത്രയേ ഉള്ളൂ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഇങ്ങനെ സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുക. ഇവരൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, സഞ്ജുവിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത പലരും ടീമിൽ കയറി പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താ പറയുന്നത്, അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഇതൊന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല, എന്നാലും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു സംഗതിയായിപ്പോയി. ഇപ്പം T20 ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അത് വെള്ളം കൊണ്ട് കൊടുത്ത് ഗ്രൗണ്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും. കാര്യം ഒന്നാം കീപ്പറായിട്ട് നമ്മുടെ പന്തുണ്ട്. പന്ത് ഒരു കാരണവശാലും മാറി കൊടുക്കത്തില്ല. അപ്പോൾ സഞ്ജുവിനിട്ട് സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം നിങ്ങൾക്കെന്ത് തോന്നുന്നു? ക്രിക്കറ്റാണ് പുതിയ മേഖലയാണ്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും അഭിപ്രായങ്ങൾ പറയട്ടോ. ഒക്കെ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം.